മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തിരക്ക് പിടിച്ച് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എത്രമാത്രം UDF നേതൃത്വം വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ? അവർക്കെന്താ അധികാരമുള്ളത്? വഖഫ് ബോർഡിൻ്റെ മുകളിൽ അമിത അധികാരം അവർക്കുണ്ടോ? നിങ്ങൾ ആരും ആ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു അധികാര പദവി ലീഗിനുണ്ടോ? നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? കഴിഞ്ഞ ആഴ്ച വരെ VD സതീശൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, സർക്കാരിൻ്റെ പ്രശ്നമാണെന്നാണല്ലോ. അപ്പോൾ ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിനെ മധ്യസ്ഥരാക്കിയിരിക്കുന്നത്? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ മുസ്ലിം ലീഗിനെ മാധ്യസ്ഥത്തിന് വിട്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ മാധ്യസ്ഥതയിൽ തീരാവുന്ന പ്രശ്നമാണോ ഇത്? ഇത് പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടത്തണം. ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമല്ല. മുസ്ലിം ലീഗ് നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളും തമ്മിലുള്ള തർക്കമല്ല വഖഫിൻ്റെ പേരിൽ കേരളത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് ഈ വിഷയമുണ്ട്. ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളിക്ക് തന്നെ ഈ വിഷയമുണ്ട്. ചാവക്കാട് ഹിന്ദുക്കൾക്ക് ഈ വിഷയമുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ വഖഫ് അധിനിവേശ സ്ഥലങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. അവിടെയൊക്കെ പോയിട്ട് ലീഗുകാർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്, വഞ്ചനയാണ്. ഇത്രയും കാലം അവർ എന്തുകൊണ്ട് ഈ മാധ്യസ്ഥത്തിന് മുതിർന്നില്ല? ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഈ വിഷയം ഏറ്റെടുക്കുമോ? അപ്പോൾ ഈ രണ്ട് മുന്നണികളും വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടുത്ത മത്സരത്തിലാണ്. അവർ മത്സരിക്കട്ടെ. സതീശൻ അതിനെപ്പറ്റി മാത്രം മിണ്ടുന്നില്ല. ഈ ചോദ്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചോദിച്ചപ്പോൾ എന്തായിരുന്നു രണ്ട് കൈയൊക്കെ ഉയർത്തി ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ട. പാലക്കാട് വന്നപ്പോൾ സതീശൻ നേരെ മലക്കം പറഞ്ഞു. ഈ തരത്തിലുള്ള രാജ്യദ്രോഹികളുമായി ചേർന്ന് നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം നിങ്ങളെ സർവനാശത്തിലേക്ക് നയിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരട്ട വോട്ട് ചേർത്തത് പ്രധാനമായിട്ടും UDF, അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത് LDF. ഞങ്ങളെ ഇതിൽ ഞങ്ങൾ കക്ഷിയല്ല. അല്ലെങ്കിൽ ഇരട്ട വോട്ടെല്ലാം അവസാനിപ്പിക്കാമെന്ന് MP രാജേഷ് പറഞ്ഞല്ലോ. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. MP രാജേഷിൻ്റെ ഗവൺമെൻറ്റല്ലേ ഇവിടെ ഭരിക്കുന്നത്. തോറ്റ രാജിവെക്കുമോ പ്രതിപക്ഷ നേതൃസ്ഥാനം? എന്നിട്ട് ചെന്നിത്തലയെ ഏൽപ്പിക്കുമോ? നല്ല അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഈ ഉപജാപക സംഘം ഗൂഢാലോചന നടത്തിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. കള്ളിയില്ലാത്ത വിധം പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ച ആളാണ്. ഇയാൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? ഇയാൾ പ്രതിപക്ഷ നേതാവാണോ? പത്മജ വേണുഗോപാലിൻ്റെ ആ വീഡിയോ കണ്ടാൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണത്. BJP 3 മുന്നണികളോടാണ് മത്സരിക്കുന്നത്. മാധ്യമ മുന്നണി, LDF മുന്നണി, UDF മുന്നണി. 2 മണ്ഡലം ഉറപ്പായിട്ട് ജയിക്കും. വയനാട് ഞങ്ങൾ LDFൻ്റെ മുമ്പിൽ പോകും. അവിടെ ഒന്നുമില്ല, LDF ബിഗ് സീറോ. ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ മാന്ത്രിക ദണ്ഡുകളായിട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ചതിയാണ് ഇന്നലെ നടന്നത്. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വഖഫിൻ്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെ ജനസമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ അല്ല പോയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പ് വന്നതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്നലെ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയത്. എന്തേ ലീഗുകാർ ഇതിനു മുമ്പ് പോവാതിരുന്നത്? കുഞ്ഞാലിക്കുട്ടി ഇത്രയും ദിവസം എവിടെയായിരുന്നു? പാണക്കാട് തങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കലാണ്. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. അവർ ഈ വഞ്ചന തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവാത്തത്.